ജയശങ്കർ ഇന്ന് കേരളത്തെ നടുക്കിയ അപകടമുണ്ടായ ഇടത്താണ് ജയശങ്കർ നിൽക്കുന്നത്. കൂടി നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്രമേൽ ഭീതിതമായ നിർഭാഗ്യകരമായ ഒരു അപകടമുണ്ടാക്കിയ സ്ഥലത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. പരിശോധനകൾ പൂർത്തിയായിട്ടുണ്ടോ ജയശങ്കർ? അതായത് മാധു, മണ്ണുൾപ്പെടെ ഈ JCB ഉൾപ്പെടെ കൊണ്ടുവന്ന് മണ്ണുൾപ്പെടെ മാറ്റിക്കൊണ്ട് ഒരു പരിശോധനയ്ക്കാണ് നിലവിൽ ഇപ്പോൾ ഫയർഫോഴ്സ് ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ എത്തുമ്പോൾ അത് വലിയ ഭീകരത ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ഇപ്പോൾ ഈ വയർ കമ്പിയൊക്കെ കട്ട് ചെയ്ത് മാറ്റുകയാണ് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് ഈ സ്ഥലം കാണാം. വലിയ ടിപ്പർ ലോറി നിയന്ത്രണം വിട്ട് വലിയ വേഗതയിലെത്തി നിയന്ത്രണം വിട്ട് ഈ കടയുടെ ഭാഗമൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ തൊട്ടപ്പുറത്തെ ഒരു വീടിന്റെ മതിലുൾപ്പെടെ ഇടിച്ച് തെറിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു ഭീകരാന്തരീക്ഷമാണ്. KCBയുടെ പോസ്റ്റ് ഉൾപ്പെടെ പൂർണ്ണമായും തകരുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഈ അപകടത്തിന്റെ വ്യാപ്തി വളരെ വലുതാണ്. നമുക്ക് അപകടത്തിൽ ആ ബുള്ളറ്റ് ഉൾപ്പെടെ ഈ നിയന്ത്രണം ഈ ബുള്ളറ്റിൽ തട്ടിയാണ് ലോറി നിയന്ത്രണം നഷ്ടമായത്. ആ ബുള്ളറ്റ് ഉൾപ്പെടെ നമുക്കവിടെ ബുള്ളറ്റ് ഉൾപ്പെടെ ഇവിടെ കിടക്കുന്നത് കാണാം. അങ്ങനെ ആകെ മൊത്തത്തിൽ വലിയ അപകടം ഇവിടെ ഉണ്ടായി എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പോലീസും ഫയർഫോഴ്സും ഒക്കെ ചേർന്ന് രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ നടത്തുന്നുണ്ട്. ഇതെന്തായാലും സാറേ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ നടത്തുന്നുണ്ട്. നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. എന്തായാലും നിലവിൽ ആ ലൈൻ കമ്പിയൊക്കെ തന്നെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗം. ആ പോസ്റ്റ് ഉൾപ്പെടെ പൂർണ്ണമായി തകർന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ലൈൻ കമ്പി ഉൾപ്പെടെ കട്ട് ചെയ്യുന്നത്. ചേട്ടാ, ഇവിടെ ഈ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു? ഇല്ല, ഞങ്ങൾ വന്നേ ഉള്ളൂ. ഞങ്ങൾ വന്നതേ ഉള്ളൂ കുറച്ച് നേരമായി. എന്തായാലും നാട്ടുകാരുൾപ്പെടെയുള്ള ആളുകൾ, കൂടുതൽ ആളുകളും ഇപ്പോൾ ഈ വിവരം അറിഞ്ഞ് എത്തിയ ആളുകൾ, എന്തായാലും ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ സ്ഥലത്തുണ്ട്. സാറേ, ഇതിപ്പോൾ നമുക്ക് പ്രാഥമികമായി ഞാൻ ജസ്റ്റ് നോക്കിക്കോട്ടെ. എന്തായാലും അദ്ദേഹം കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷം സംസാരിക്കാമെന്നാണ്